മഴയുടെ അവസ്ഥയിലേക്ക് കൂടി നമുക്കൊന്ന് വരാം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച കോഴിക്കോട് ജില്ലയിലും മഴ തുടരുകയാണ്. ജില്ലയിലെ മലയോര മേഖലയിലാണ് മഴ ശക്തമായത്. ഇന്നലെയുണ്ടായ കനത്ത മഴയിലും മിന്നൽ ചുഴലിയിലും കുറ്റ്യാടി കായക്കുടിയിൽ വീടുകൾ തകർന്നു. കായക്കുടി പഞ്ചായത്തിലെ നാവോട്ടുകുന്നിൽ 3 വീടുകളാണ് തകർന്നത്. വിവരങ്ങളുമായി ശരത് SS നമുക്കൊപ്പം ചേരുന്നു. ശരത്, വെരി ഗുഡ് മോർണിംഗ്. കോഴിക്കോട് എന്താ അവസ്ഥ? ഇന്ന് മഴയുണ്ടോ ഇപ്പോൾ? ഗുഡ് മോർണിംഗ് അരുൺ. കോഴിക്കോട് ഇപ്പോൾ നഗരത്തിൽ ഇപ്പോൾ മഴ നേരിയ തോതിൽ മാറി നിൽക്കുന്നു എന്ന് വേണം പറയാൻ. ഇപ്പോൾ മഴ നഗരത്തിലില്ല, പക്ഷേ അതേസമയം മലയോര മേഖലയിൽ മഴ തുടരുന്നുണ്ട്. മലയോര മേഖലയിൽ ഇന്നലെ രാത്രി ഉൾപ്പെടെ ശക്തമായ രീതിയിലായിരുന്നു മഴ. മഴയ്ക്കൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ മഴ ശക്തമായതോടുകൂടിയാണ് കുറ്റ്യാടി കായക്കുടി പഞ്ചായത്തിൽ മിന്നൽ ചുഴലി ഉണ്ടായത്. മിന്നൽ ചുഴലിയിൽ ഇത്തരത്തിൽ 3 വീടുകൾ തകർന്നിട്ടുണ്ട്. 2 വീടുകൾക്ക് ഭാഗികമായ കേടുപാടുകൾ സംഭവിച്ചു. അതായത് കുറ്റ്യാടി കായക്കുടി പഞ്ചായത്തിലെ നായാട്ടുകുന്ന്, അതേപോലെ തന്നെ 2 ഭാഗങ്ങളിലാണ് ഇത്തരത്തിൽ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചത്. ആളുകളെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും കനത്ത മഴ ജില്ലയിലുടനീളമുണ്ട്. അത് മലയോര മേഖലയിലാണ് കാര്യമായി ബാധിച്ചിട്ടുള്ളത്. ഒപ്പം വിലങ്ങാട് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 24 കുടുംബങ്ങൾ, അതായത് ദുരന്ത മേഖലയാണ് വിലങ്ങാട്, അവിടെ നിന്ന് 24 കുടുംബങ്ങളെ നേരത്തെ തന്നെ മഴ ശക്തമായ സാഹചര്യത്തിൽ മാറ്റിയിട്ടുണ്ട്. അതിൽ വിലങ്ങാടുള്ള കുടുംബങ്ങൾ ഇത്തരത്തിൽ ക്യാമ്പുകളിലാണ് കഴിയുന്നത്. എന്തായാലും ജില്ലയിലെ മലയോര മേഖലയിൽ മഴ ശക്തമാകുന്നു. അതേസമയം നഗരത്തിൽ ഇപ്പോൾ രാവിലെ വരെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പ് വരെ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിലങ്ങാട് ഭാഗങ്ങളിലും മഴയുണ്ടല്ലേ? വിലങ്ങാടും മഴയുണ്ട്, പക്ഷേ തുടർച്ചയായിട്ട് മഴ പെയ്യാത്തതൊരാശ്വാസമാണ് അല്ലേ ശരത്? വിലങ്ങാട് ഇന്നലെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ശക്തമായ രീതിയിൽ മഴയുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ കൃത്യമായ സമയത്ത് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തുടർച്ചയായ മഴ ഇല്ലാത്തത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മണ്ണിടിച്ചിലോ ഉരുൾപൊട്ടലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലുണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് തന്നെ കൃത്യസമയത്ത് മാറ്റി ക്യാമ്പുകളിലേക്ക് മാറ്റി. 24 കുടുംബങ്ങളെയാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇപ്പോഴും അവർ ക്യാമ്പുകളിൽ തുടരുകയാണ്. ഒപ്പം നേരത്തെ പ്രതിസന്ധി ഉണ്ടായ അല്ലെങ്കിൽ വീടുകൾ തകർന്ന ആളുകളൊക്കെ തന്നെ വീടുകളിലും വാടക വീടുകളിലും ഒക്കെ തന്നെ നേരത്തെ തന്നെ താമസം മാറിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ആ പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകളെ ഇതിനകം തന്നെ മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, വിലങ്ങാടിന് പുറമെ ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെ നിന്നും ആളുകൾക്ക് മാറാൻ നിർദ്ദേശങ്ങളുണ്ട്. തീർച്ചയായിട്ടും മഴ മുന്നറിയിപ്പുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, നല്ല കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ശരത് SS ആണ് കോഴിക്കോട് മേഖലയിലെ മഴയുടെ വാർത്താ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. മഴ കനക്കുകയാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും ഓറഞ്ച് അലർട്ട് ഉണ്ട് എന്നത് പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ബാക്കിയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഇല്ല. എറണാകുളത്ത് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഇല്ല, യെല്ലോ അലർട്ട് ആണെങ്കിലും ശക്തമായ മഴയാണ്. ഇടിച്ചുകുത്തി പെയ്യുന്ന മഴ, ഇടിമിന്നലോടുകൂടിയ മഴയാണ് രാവിലെ തന്നെ പെയ്യുന്നത്. ഇന്നലെ ഉച്ച മുതൽ തന്നെ കൊച്ചിയിൽ മഴ ഇടവിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് പുലർച്ചെയായപ്പോഴേക്കും മഴ നിർത്താതെ പെയ്യുന്ന അവസ്ഥയിലാണ്. പലയിടത്തും വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.